நேசிப்பதும் சுவாசிப்பதும் உந்தயவால். ഹാപ്പി ബർത്ത്ഡേ വിത്തിക്കുട്ടി. സുന്ദരിയായിട്ടുണ്ടല്ലോ, അടിപൊളി സെറ്റ്. നല്ല കളർ കേട്ടോ, വൈറ്റ് നിനക്ക് നന്നായിട്ട് ഷേപ്പ്. താങ്ക് യു. പക്ഷെ വൈറ്റ് ഇട്ടതുകൊണ്ടല്ലടാ ഇത്, ഇനി കറയൊന്നും ആകാണ്ട് സൂക്ഷിക്കണം. ദാറ്റ്സ് എ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. എന്നാ അമ്പലത്തിൽ പോയിട്ട് വേഗം വാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫീസിൽ പോകണ്ടല്ലേ, ലേറ്റ് ആക്കണ്ട. എന്റെ ദൈവം, എന്റെ വെള്ള ചുരിദാർ കാലമാണ്. സോ സോറി. ഡ്രസ്സിലൊക്കെ ഇപ്പൊ ചെളിയാലോ. എന്ത് ചെയ്യുന്ന അതേ കാറ് കൊണ്ടുവന്നപ്പോ റിയലി സോറി. തനിക്കൊന്ന് പയ്യെ പോയിക്കൂടെ? ദേഹത്ത് ഫുള്ള് ചെളിയായി. സോറി. കുട്ടിക്ക് ഇപ്പൊ എങ്ങോട്ടാ പോണ്ട ഞാൻ ആക്കി തരാം. ഈ വശത്തിൽ പോണ്ട. താൻ അമ്പലത്തിൽ പോയതായിരുന്നോ? ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ അമ്മ പറഞ്ഞു അമ്പലത്തിൽ പോകാൻ. I'm really sorry. I'm just messed up your birthday. I'm really sorry. തനി ഈ വർഷം എന്തായാലും പോകാം. അത് ഞാൻ ഈ ഡ്രസ് ഇട്ടപ്പോ തന്നെ വിചാരിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു. ഓ, താൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഞാനിവിടെ ദേവ് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, അവിടെ ഇവന്റ് മാനേജ്മെന്റിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് യാദവിന്റെ കമ്പനിയിലോ? യാദവ് സാർ അറിയാവോ? യദു എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും പിന്നെ ഞങ്ങൾ ഓൾറെഡി ഒരു ഫാമിലി റിലേഷനും കൂടി ഉണ്ട്. എനിക്കും തോന്നി സാറെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. സാർ കമ്പനിയിലൊക്കെ വരാറുണ്ടായിരുന്നില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയും ദേവ് ഇൻഡസ്ട്രിയും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതിന്റെ ബേസിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വരാറുണ്ട്. ഓ, സാർ ഇവിടെ നിർത്തിയാൽ മതി. ദാദാ എന്റെ ഫ്ലാറ്റ്. ആൻഡ് താങ്ക് യു. എന്തിനാ താങ്ക്സ്? തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ലേ, സോ അതിനൊരു പ്രത്യുപകാരമാണെന്ന് വിചാരിച്ചു. വിളിക്കണോ? നല്ല ഉറക്കാണല്ലോ. ഓഫീസിൽ പോണ്ടല്ലേ? ദുർഗ എഴുന്നേക്കുന്നില്ലേ? ഓഫീസിൽ പോണ്ടേ? കുറച്ചുകൂടെ കടുക്കട്ടെ. ഇപ്പൊ തന്നെ 8 മണിയായി. എഴുന്നേച്ചാലല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഓഫീസിൽ പോകാൻ പറ്റത്തുള്ളൂ. ഓഫീസിൽ പോണം. യാദവ് സാറിനോട് സംസാരിക്കണം. യാദവ് സാർ, ദുർഗ എഴുന്നേക്കുന്നില്ലേ? ഓർക്കാൻ ഡിസ്റ്റർബ് ചെയ്തെന്നറിയാം, പക്ഷേ ദുർഗ എന്നാ പറയുന്നുണ്ടായിരുന്നല്ലോ എന്തോ മീറ്റിങ്ങിന്റെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ വന്ന് വിളിച്ചേ. ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് അനാമിക. ഇറ്റ്സ് ഓക്കെ. പിന്നെ നീ അനാമിക എന്ന് വിളിക്കണേട്ടാ. എനിക്ക് എന്നെ ആമിന്ന് വിളിക്കാം. ശരി ആമി, എന്നാ ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ. ദുർഗ എഴുന്നേച്ചായിരുന്നു. ഞാൻ ആമിനെ പറഞ്ഞു വിട്ടത് ദുർഗനെ എഴുന്നേൽക്കാൻ. ഇന്നലെ മീറ്റിംഗ് എന്തുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഇത്ര നേരമൊന്നും കിടക്കാറില്ല, ബട്ട് കുറെ നാൾക്ക് ശേഷം ഈ സമയത്തൊക്കെ എഴുന്നേക്കുന്നത്. വീട്ടിലായിരുന്നെങ്കിൽ ഒരു 5 മണിയാകുമ്പോൾ തന്നെ എഴുന്നേച്ചാലേ പണിയൊക്കെ കഴിയുള്ളായിരുന്നു. ഇന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അതാ കുറച്ച് ലേറ്റ് ആയി. ഞാൻ ഹെൽപ്പ് ചെയ്യണം എന്തെങ്കിലും? അതൊന്നും വേണ്ട, ഇവിടെ ഞങ്ങൾ 3 പേര് തന്നെ ധാരാളം. ഒരു കാര്യം ചെയ്യാം, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോഴത്തേക്കിനും ബാക്കിയുള്ളവർ എഴുന്നേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് പോവാലോ. ലഞ്ച് ഞങ്ങൾ ടിഫിനിലാക്കി തരാം. സോ നെക്സ്റ്റ് മന്ത് ആണ്. പാരീസിൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എലഗന്റ് ആയിട്ടുള്ള സ്റ്റൈൽസിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നോക്കണം. ആൻഡ് ഇതൊരു ചെറിയ ഡീൽ അല്ല, ഇറ്റ്സ് എ ബിഗ് വൺ. സോ അങ്ങനെ നമ്മുടെ വാല്യൂ നമ്മൾ കുറയ്ക്കാൻ നോക്കരുത്. സോ എത്രത്തോളം വീഴ്ത്താൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ശ്രമിക്കണം. ഒരു കാര്യം ചെയ്യും ശ്രീ, നീ ഇതിന്റെ ഹെഡ് ആവണം. എല്ലാ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്യണം. ദെൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നിനക്ക് ആരെ വേണോ അവരെ ചൂസ് ചെയ്യാം. ഓക്കെ, റിക്രൂട്ട്മെന്റ് ഞാൻ വഴി അറിയിക്കാം ആരൊക്കെ പാരീസിൽ വരണം. ഓക്കെ ഓക്കെ, യു ക്യാൻ ഗോ നൗ. ശ്രീ, നീ ഇവിടെ നിൽക്കുക. നിനക്ക് ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് വരണ്ട എന്ന് പറഞ്ഞിട്ട്. നീ എന്തിനാ വന്നേ? എനിക്ക് ലീവ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്. റിക്രൂട്ട്മെന്റ് ഒക്കെ നിനക്ക് തന്നെ നടത്താം. നിനക്ക് ആര് വേണമെങ്കിലും ചൂസ് ചെയ്യാം നിന്റെ കൊളീഗ്സ് ആയിട്ട്. പക്ഷെ ഡിസൈൻസ് ഒക്കെ പക്കയായിരിക്കണം. അവിടെ നടക്കാൻ പോകുന്നത് ചെറിയൊരു ഹാൻഡ് ഓവർ സെറിമണി മാത്രമല്ല, ഒരു സാമ്രാജ്യം മറ്റൊരാൾക്ക് കൊടുക്കുക തന്നെയാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് അതിനുണ്ട്. സോ ഡിസൈൻസ് ഒക്കെ അവരുടെ രീതിയിലനുസരിച്ച് നമ്മൾ ചെയ്യാൻ നോക്കണം. ഇതിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, അറിയാമല്ലോ. വി ഡി ഗ്രൂപ്പ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചെടുത്ത സാധനമാണിത്.
സോ അത്രയും വാല്യൂ ഉണ്ട് ഈ ഒരു ജോബിനും ഈ ഒരു വർക്കിനും. സോ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വർക്ക് ചെയ്യണം. എല്ലാ ചുമതല നിന്നെയാണ് ഏൽപ്പിക്കുന്നത്. സാർ അതിലെ ലാവണ്യ മാഡം ഉണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ? ലാവണ്യ ഇവിടെ എന്നെ കൊണ്ടുവന്ന് കാണിക്കുന്ന എല്ലാ ഡിസൈൻസും അതാരാ ചെയ്തെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്റെ ഇവിടെ CCTV ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് ശ്രീനി. ഇത് ചെയ്യുന്ന സമയത്ത് ആ ഇക്വേഷൻ ഇട്ട് ചെയ്തതിനാ ഭയങ്കര ഈസി ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇവ ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അലക്സ് എന്തെങ്കിലും പുറകെ നടക്കരുത്. കുട്ടികൾ വരെയും കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രൂപാമസ് തന്നു വിട്ടതാണ് ഈ ഫയൽ. അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഞാൻ നിന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്കെന്നെ സ്നേഹം സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വീകരിക്കണ്ട. പക്ഷെ തരുന്ന എന്നെ നിഷേധിക്കാതിരുന്നുണ്ട് നിനക്ക്. ഞാൻ പോകുന്നു, എനിക്ക് അവരുടെ ക്ലാസ് ഉണ്ട്. അലക്സ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ സാർ, അത് ഞാൻ ജസ്റ്റ് ഇവയോട് സംസാരിച്ചതാ. അലക്സ്, നീ ആരോടാ കള്ളം പറയുന്നേ? ഈ കോളേജിലുള്ള എല്ലാവർക്കും അറിയാം നീയും ഇവയായിട്ടുള്ളത് എന്താണെന്ന്. അതുകൊണ്ട് നീ അതിങ്ങനെ കള്ളം പറഞ്ഞ് മറക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞ് മറച്ചിട്ടില്ല സാർ. എത്ര നാളായി ഞാളുടെ പുറകെ നടക്കുന്നത് എന്നറിയാവോ? എനിക്കൊരു മടുപ്പുമില്ല. പക്ഷെ എന്റെ സ്നേഹം അവൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ലല്ലോ. അതാ എന്നെ വിഷമിപ്പിക്കുന്നത്. നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ അവൾ ഒരു ദിവസം തിരിച്ചറിയൂ അലക്സ്. അതുവരെ നീ കാത്തിരിക്കുക, എല്ലാം ഓക്കെ ആവും. ഇപ്പൊ നീ ക്ലാസ്സിൽ ചെല്ലും. വല്യേട്ടാ, ആ പറ പൃഥ്വി, എന്താ? നിങ്ങൾ ഇതുമായിട്ട് ഞാൻ എന്തിനാ വിളിപ്പിച്ചതെന്ന് ചോദിക്കുന്നില്ലല്ലോ, അതാ. നിന്റെ പ്രശ്നം എന്താ പറ. നാളത്തെ ഡേറ്റ് എത്രയെന്ന് അറിയാവോ? നാളെ February 12th. നാളെ അച്ഛൻ്റെ അമ്മേനെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഇതാ ഞാൻ വിളിപ്പിച്ചത്. ആർക്കെങ്കിലും ഓർമ്മിച്ചായിരുന്നോ? നാളെ 50th വെഡിങ് ആനിവേഴ്സറി അവരുടെ. എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണ്ടേ? നമുക്ക് ചെറുതായിട്ട് കേക്ക് മുറിക്കാം. ചെറുതായിട്ടൊന്നും പറ്റത്തില്ല. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ പറയുന്നത്, നമുക്ക് അച്ഛനമ്മയെ നാളെ ഇവിടുന്ന് എങ്ങനെയും മാറ്റണം. അത് നമുക്ക് ആദ്യത്തിനൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ നമുക്കിവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കറിയാവുന്ന കുറച്ച് കൊളീഗ്സിനെയും പിന്നെ ആരെങ്കിലുമൊക്കെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് വി ക്യാൻ സെലിബ്രേറ്റ്. അതായിരിക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ്. 50th അല്ലേ? ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഏതു നിന്റെ ഡെക്കറേറ്റിംഗ് ടീംസിനൊന്ന് വന്നിട്ടുണ്ടെന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറയാ ചേട്ടാ. വലിയേട്ടാ, ഒരു കാര്യം പറയട്ടെ. പറ. നാളെ ആ ഡോക്ടറേറ്റിനോട് വരാൻ പറ. എന്തിനെ? ഓ, വലിയേട്ടന് ശരിക്കും ബുദ്ധിയില്ലേ? പിന്നെ ഞാൻ എന്തിനാ ഇത്ര ഗ്രാൻഡ് ആയിട്ടൊക്കെ നടത്താന്ന് പറഞ്ഞേ? വലിയേട്ടൻ ആ ചേച്ചിനെ വിളിക്കാൻ നോക്ക്. എനിക്ക് തോന്നുന്നു നാളെ ആക്സിഡന്റലി പോണ പോലെ കാട്ടോ ഹോസ്പിറ്റലിൽ. എന്നിട്ട് പോയി വിളിക്കും. അതെങ്ങനെയാടാ പോയിട്ട് ഇങ്ങനെ വരുമോന്നൊക്കെ ചോദിക്കുന്നേ? അത് ഇറ്റ്സ് ടു ടഫ്. ഏട്ടൻ ചേച്ചിനായിട്ട് കമ്പനിയല്ലേ, പിന്നെന്താ പ്രശ്നം? ക്യാഷ്വലായിട്ട് വിളിക്കണ പോലെ. ഓ, ഇത്രക്ക് ബുദ്ധിയില്ലേ? എല്ലാവരും ഞാൻ പറഞ്ഞതിനും ഈ കൂട്ടത്തില് ഞാനാണ് ഏട്ടൻ ആവേണ്ടിയിരുന്നെന്ന് തോന്നുന്നു. എല്ലാവരും കണക്കാ. ഓക്കെ, ഞാൻ നാളെ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് പോവാം. സെറ്റ്, ഗുഡ് ബോയ്. എന്നാ ഞാൻ ചെല്ലട്ടെ, ഒരാളെ കൂടി കാണാനുണ്ട്. ഇങ്ങോട്ട് കേറി വാ പൃഥ്വി. ഏട്ടന് എങ്ങനെ മനസ്സിലായി ഞാനാണെന്ന്? എന്തെങ്കിലും കുരുട്ട് ബുദ്ധി ഉണ്ടെങ്കിലേ നീ ഇങ്ങനെ ചുമക്കാറുള്ളൂ എന്ന് എനിക്കറിയാം. വന്ന കാര്യം പറ. ഏട്ടൻ നാളെ ആരോഗ്യം വിളിക്കുന്നുണ്ട് ഫംഗ്ഷന്. ആദർശനെ മാത്രം വിളിക്കുന്നുള്ളൂ. എന്തേ? അപ്പോ ആ ആളെ വിളിക്കുന്നില്ലേ? ഏതാളോ? ഏട്ടാ, നീ എന്താ പറഞ്ഞേ പൃഥ്വി? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഏട്ടൻ നീ ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ വായി നോക്കിക്കുന്ന ഒരാളുണ്ടല്ലോ, ആളെ വിളിക്കുന്നില്ലേന്ന്. വായി നോക്കി നിൽക്കാനോ? ഞാനോ? എനിക്ക് ചാനലിന്റെയും ഗുച്ചിയുടെ ഒക്കെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചെന്ന കാര്യം ഓർമ്മയുണ്ടോ? ഏട്ടന്റെ പോക്കറ്റ് കീറിയ കാര്യം ഓർമ്മയുണ്ടോ? അത് തന്നെ, ആ കേസ് തന്നെ. മര്യാദക്ക് വിളിച്ചോ പൃഥ്വി. അത് എങ്ങനെ വിളിക്കാനാടാ? പോയിട്ട് ഫംഗ്ഷനൊക്കെ വരുമെന്ന് പറയാൻ എന്തോ പോലെ. ഈ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഏട്ടൻ ജസ്റ്റ് പോവാ, കാഷ്വലായിട്ട് വിളിക്കുക. ഇങ്ങനൊരു കാര്യമുണ്ട്, വരണം എന്നൊക്കെ പറയാ. ഓക്കെ, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? ഓക്കെ, അത് ഞാൻ വിളിച്ചോളാം. പക്ഷെ നിനക്ക് എന്താ ഞങ്ങൾ ഇത്ര ഒന്നിപ്പിക്കാൻ എത്ര തിടുക്കം? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. പോട്ടെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. ഓ, കാണില്ലല്ലോ. എന്ന് വരൂലേ? ഏട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ഇന്ന് ലേറ്റ് ആയ വന്നപ്പോ.
ലേറ്റ് ആയി, ബസ് കിട്ടിയില്ല, പിന്നെ കുറച്ച് വൈകി ഇറങ്ങിയപ്പോ സോറി കേട്ടോ. എന്നോട് തന്നെ സോറി പറയുന്നേ. ഇറ്റ്സ് ഓക്കെ. മേ ഐ? യാ ഷുവർ. ജാനി, ആ ഞാൻ വിളിച്ചതേ ഇന്ന് എന്റെ അമ്മയുടെ അച്ഛന്റെയും വെഡിങ് ആനിവേഴ്സറിയാ. അപ്പൊ വീട്ടില് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ജാനിക്ക് വരാൻ പറ്റോ? ഞാനോ? അതിനിപ്പോ എന്താ, ജാനി വന്നോ. ഞാനിവിടെ ആരെയും അങ്ങനെ ക്ഷണിക്കുന്നില്ല. യു ആർ മൈ ഫ്രണ്ട്, അതുകൊണ്ട്. ഞാൻ വരാം സാർ. സാറിന്റെ ഏട്ടൻ വരുന്നു. ഏട്ടനോ? എന്നാ ജാനി പോയിക്കോ. ഓക്കെ സാർ. അല്ല, ഏട്ടനെന്താ ഇവിടെ? അത് അമ്മൻ, എനിക്ക് ഭയങ്കര തലവേദന, BP ഡൗൺ ആണല്ലോ പോലെ തോന്നുന്നു. സോ ഒന്ന് ചെക്ക് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടാ വന്നെ. ആണോ? അന്ന് ഏട്ടൻ വാ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാരൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. BP ജസ്റ്റ് ഹൈ ആയതാ. ശരി ഡോക്ടർ. വന്നില്ലല്ലോ ഏട്ടാ. എന്താ ഏട്ടാ? BP ഹൈ ആയതാ, അപ്പോ റെസ്റ്റ് എടുത്താൽ മതി. ഒരു ട്രിപ്പ് ഇടാനുണ്ട്. ഇപ്പൊ നഴ്സ് വരും. ഞാൻ ചെല്ലട്ടെ, എനിക്ക് റൗണ്ട്സിന് പോകേണ്ട സമയമായി. നീ ചെല്ല. ടേക്ക് കെയർ ഏട്ടാ. ഹായ്. ഹായ്. സാറിനോട് ഞാൻ പറഞ്ഞല്ലേ ഓവറായിട്ട് സ്ട്രെസ് എടുക്കരുതെന്ന്. അതിങ്ങനെ ഇടക്കിടക്ക് BPയില് വേരിയേഷൻ വരുന്നത്. സ്ട്രെസ് എടുക്കാതെ വേറെ നിവർത്തിയില്ല മാഡം. ഇത്രയും വലിയ പൊസിഷനിലായി പോയില്ലേ. ഒരു ട്രിപ്പ് ഉണ്ട്. ഞാൻ തന്നോട് ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. എന്താ? എന്റെ പപ്പയുടെയും മമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. സോ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട് വീട്ടില്. താൻ വരുമോ? എന്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് വിളിക്കുകയാ. ഞാൻ അങ്ങനെ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. എന്നോട് പറഞ്ഞിരുന്നു സാറിന്റെ അച്ഛനമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് എന്റെ ഫ്രണ്ട്. അവള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അമൻ സാറ് അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനും വരാം അവളുടെ കൂടെ. ശരിക്കും? ഞാൻ കാർ അയക്കുന്നോ? വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. എല്ലാരും ആയല്ലോ. എന്തിനാണാവോ വിളിക്കുന്നത്? എന്തെങ്കിലും കാര്യം ഉണ്ടാകും, അല്ലാതെ യാദവ് സാർ അങ്ങനെ വിളിപ്പിക്കാറില്ലല്ലോ എല്ലാവരെയും. അതും ശരിയാ. എന്നാ നമുക്ക് വാ പോവാം. ഞാൻ നിങ്ങളെല്ലാവരും വിളിപ്പിച്ചത് ഇന്ന് എന്റെ അച്ഛനും അമ്മയുടെയും 15th വെഡിങ് ആനിവേഴ്സറി ആണ്. സോ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇന്ന് വൈകിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ ഡെക്കറേറ്റിംഗ് ടീംസ് എല്ലാവരും അങ്ങോട്ട് പോയി അത്യാവശ്യം എലഗന്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ നോക്കണം. സാർ, അപ്പൊ എത്ര മണിക്കത്തേക്കിനായിരിക്കും ഫംഗ്ഷൻ വെച്ചേക്കുന്നത്? 7 to 10 ആണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാർട്ടിയിൽ ജോയിൻ ചെയ്യാം. ഓക്കെ സാർ. എങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ തിരിച്ചോളൂ. കൂട്ടത്തില് മാനവിനെ അരവിനെയും കൂട്ടിക്കോളൂ. ഓക്കെ? ഓക്കെ സാർ. എന്റെ ഈശ്വര, ഇവിടേക്ക് ഇനി എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് തീർക്കാനാ ഇച്ചിരി സമയം കൊണ്ട്? നമുക്ക് ചെയ്യാം മോളെ. ഒന്നാമത് യാദവ് സാർ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് തന്നേക്കുന്നത്. സോ അത് പെട്ടെന്ന് തന്നെ കഴിയും. ഓവറായിട്ട് ഡെക്കറേറ്റ് ചെയ്യണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് സിമ്പിൾ ആയിട്ട് കഴിയാടാം. നീ എന്താ ഇവിടെ നോക്കുന്നേ? ഒന്നുമില്ല. അതൊന്നപ്പോ ശരിക്കും ഈ വീട് കാണാൻ പറ്റിയില്ല. ഇത് ഒത്തിരി വലുതല്ലേ. ഇതിപ്പോ കിച്ചണിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരുമ്പോ അത് ചൂടാറിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ അല്ലാതെ, ഈ ദേവ് ഇൻഡസ്ട്രീസിന്റെ സാമ്രാജ്യത്തിന്റെ കൊട്ടാരം അത്രയും വലുതായിരിക്കണ്ടേ? ആൾക്കാരൊക്കെ അറിയണ്ടേ? പിന്നെ എന്ത് ചെയ്യാനാ, ഇവിടുത്തെ ജോലിക്കാർക്ക് തന്നെ ഉണ്ടാവും ഏകദേശം നമ്മളത്രയും സാലറി. മേ ബി നമ്മളെക്കാൾ കൂടുതൽ ഉണ്ടാകും. വെറുതെ അല്ല യാദവ് സാർക്ക് ഇങ്ങനെ ആയപ്പോയത്. ഇത്ര സുഖ സൗകര്യത്തിലല്ലേ ജീവിക്കുന്നത്. സുഖ സൗകര്യങ്ങൾ എത്ര കൂടുന്നോ അത്രയും നമുക്ക് സ്ട്രെസ്സും തലവേദനയും കൂടും. അതും കൂടി നമ്മൾ ഓർക്കണം. യാദവ് സാറിന്റെ ദേഷ്യം മേ ബി ആ സ്ട്രെസ്സിന്റെ മൂലം ഉണ്ടാവുന്നതാണെങ്കിലോ. മുമ്പ് യാദവ് സാറിന് എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നു അത്രയും പറയുന്ന പെണ്ണ ഇപ്പൊ പറയും. നോക്കിക്കേ, നിനക്ക് എന്താ പറ്റിയത് ദുർഗ? എനിക്കും തോന്നി. നിങ്ങൾ വേറെ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? നമ്മളെല്ലാവരും ഉള്ള ദുർഗ എന്നാ വിളിക്കുന്നത്, പക്ഷെ സാറ് മാത്രം ശ്രീ എന്നാ വിളിക്കുന്നത്. സോ സംതിങ് ഫിഷി. ഒരു ഫിഷില്ല. നിങ്ങൾ വേഗം പണം എടുക്കാൻ നോക്ക്. നമുക്ക് ഓൾമോസ്റ്റ് ഇവിടുന്ന് 4:00 കഴിഞ്ഞാലേ വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. ദുർഗ, പൃഥ്വി, വൈകിട്ടത്തെ ഫംഗ്ഷനായി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ? യാദവ് സാർ സിമ്പിൾ ഡെക്കറേഷൻ മതിയെന്ന് പറഞ്ഞു. സോ ഇവിടെ ഒന്നും ഡെക്കറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് നടന്ന് കാണുമായിരുന്നു. ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ
പക്ഷേ അവിടെ ബാക്കിയുള്ളവർക്ക് കുറച്ചും കൂടി വർക്ക് ഉണ്ട്, എന്റെ കഴിയും. അവിടെ ഞാൻ ജസ്റ്റ് വീഡിയോ ചുറ്റിക്കാണാന്ന് വിചാരിച്ചു. എന്നാ വന്നാ കാണിച്ചു തരാം. ആൻഡ് ഈ ഡ്രസ് ഞാൻ ഫംഗ്ഷൻ ഇടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? കിടലല്ലേ? കൊള്ളാം, രസമുണ്ട്. നീ ഏത് കളർ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല, അവിടെ പോയിട്ട് അപ്പത്തെ മൂഡ് അനുസരിച്ചിടും. അന്നപ്പുറത്ത് ഞാൻ ഇറങ്ങട്ടെ, ഒരുപാട് ലേറ്റ് ആയി, അവർ വിളിക്കുന്നുണ്ട്. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ വരാം. ശരി, കാണാം.